നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകർക്കും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഈസ്റ്റർ ദിനാശംസകൾ. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഒരു താരദമ്പതികളാണ്. അതെ, ആരൊക്കെയാണെന്ന് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണം. പക്ഷെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു തീർക്കാം. ഏതായാലും പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡ് വെരി ഫേമസ് ആക്ടർ ആൻഡ് ഡാൻസർ ജോൺ ആണുള്ളത്. 3G ആണ് ഏറ്റവും പുതിയ ചിത്രം ജോണിന്റെ. വെൽക്കം ജോൺ ആൻഡ് ഈസ്റ്റർ ദിനാശംസകൾ. ഓക്കെ, ഇനി എന്റെ വലതുഭാഗത്ത് ഒരു വെരി ക്യൂട്ടി ബബ്ലി ബോയ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് അടുത്തതായിട്ട് പറയാം. അതിനു മുൻപ് ജോണിന്റെ പ്രിയതമ, നമ്മുടെ മലയാള സിനിമയുടെ വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ് ധന്യ മേരി വർഗീസ്. വെൽക്കം ആൻഡ് ഈസ്റ്റർ ദിനാശംസകൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ വ്യക്തിയെ പരിചയപ്പെടുത്തണം. മൂന്നാമത്തെ ആളുടെ അദ്ദേഹത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഈസ്റ്റർ ആണ്, ആദ്യത്തെ ഈസ്റ്റർ ആണ്. ഒപ്പം അല്ലേ, എന്റെ പേര് ജോഹാൻ അല്ലേ? ജോഹാൻ, വെൽക്കം, ഈസ്റ്റർ ദിനാശംസകൾ കേട്ടോ. ഓക്കെ, ഏതായാലും രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനാശംസകൾ. എങ്ങനെയാണ്, ഞാനിപ്പോൾ രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈസ്റ്റർ ആയിട്ട്. നിങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ തുടങ്ങാം അല്ലേ, വീട്ടമ്മയായതുകൊണ്ട്. ഓക്കെ, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈസ്റ്ററിന് കുറച്ച് സമാധാനമായിട്ട് നമ്മൾ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അല്ലാത്തപ്പോ എല്ലാവരും ബിസി ആയിരിക്കും. ഞാൻ ഒരു വഴിക്ക് പോവും, മമ്മി, ഡാഡി, ബ്രദർ എല്ലാവരും പല വഴിക്കാണ്. അപ്പം ഒന്നിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ കിച്ചണിൽ ഞാൻ വലിയ പ്രാവീണ്യമൊന്നും ഇതുവരെ നേടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ അറിയാവുള്ളൂ. എനിക്ക് സ്പെഷ്യൽ ഡേയ്സിനൊന്നും കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈ ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ജോഹാന്റെ ഫസ്റ്റ് ഈസ്റ്റർ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇപ്പം 8 മാസം കംപ്ലീറ്റ് ചെയ്ത് 9th month ആയി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഫസ്റ്റ് ഈസ്റ്റർ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോ എന്താണ് അങ്ങനെയുള്ള ഫസ്റ്റ് ഈസ്റ്റർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? ഇല്ല, എല്ലാ ഈസ്റ്റർ പോലെ തന്നെ. പക്ഷെ ഞങ്ങൾക്ക് അതിമധുരമായിട്ടുള്ളൊരു ഈസ്റ്റർ ആണ്. കാരണം ജോഹാൻ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഇപ്പം കുറച്ചുകൂടെ നാള് ആക്റ്റീവായി തുടങ്ങുന്ന ടൈമാണ്. അപ്പം അവനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരണുള്ളൂ എന്താണ് ആഘോഷം എന്നൊക്കെ. എല്ലാവരും 2 ഫാമിലി ആയിട്ട് കൂടുന്നുണ്ട്. എൻ്റെ വീട്ടിലും അതുപോലെ ആളുടെ വീട്ടിലും ഒന്നിച്ച്. അങ്ങനെയാണ് സ്പെഷ്യാലിറ്റി. നമ്മുടെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ അപ്പോഴേക്കും ഞങ്ങള് ട്രാവൽ ചെയ്യാണ്. സാധാരണ ഞങ്ങള് 2 ഈസ്റ്റർ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 വട്ടം ഈസ്റ്റർ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ രാവിലെ കഴിയും, ഉച്ചയ്ക്ക് ഞങ്ങള് കൂത്താട്ടുകുളത്തേക്ക് പോകും. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പായിരിക്കും. അവിടെ നല്ല കുശാലായിട്ട് ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കും. അത് എനിക്കൊന്നിപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ പ്രേക്ഷകർക്കും അറിയാം. പറഞ്ഞ റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇടിയിറച്ചി അതാണ് ഫേവറേറ്റ്. അതെല്ലാം റെഡി ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് ഈ പിടി ഇറച്ചി, കോഴിയിറച്ചിയും ഈ പിടി എന്ന് പറയുന്നത് നമ്മള് അരിപ്പൊടിയിലൊക്കെ ഉരുട്ടിയെടുത്ത് വേവിച്ചെടുക്കണം. അത് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ കുറച്ച് ഈസ്റ്ററിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. കൂത്താട്ടുകുളം. എന്റെ ട്രിവാൻഡ്രം, ധന്യരുവില്, കൂത്താട്ടുകുളം. അപ്പം അര ദിവസം 50% ഇവിടെ, 50% അവിടെ ഇവിടെയും ഉദ്ദേശം അതാണ്. അത്യാവശ്യം. പക്ഷെ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയാലും കൈപ്പുണ്യം അത് എന്റെ 2 മമ്മിമാർക്കും അത് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഇപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിരിയാണി, കട്ട്ലറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അവര് അവിടെ നിന്ന് ഇപ്പം ധന്യയുടെ മമ്മിയൊക്കെ ഇവിടെ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. അവിടെ പോകുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഇടിയിറച്ചിയാണ്. കാര്യം വേറൊന്നും വേണ്ട. ചോറാണെങ്കിൽ ചോറും ഇടിയിറച്ചി മാത്രം മതി. അത് വേറെ ഒരു കറിയും വേണ്ട. ഞാൻ പഠിച്ചു തുടങ്ങി പറഞ്ഞെന്നെ കൊതിപ്പിച്ച് എനിക്ക് വിശപ്പ് വന്നു തുടങ്ങി. എന്തായാലും ഇദ്ദേഹം കഴിക്കാറൊന്നായിട്ടില്ലാത്തോണ്ട് കൊള്ളാം. ഓക്കെ, ഈ ഈസ്റ്റർ പ്രമാണിച്ച് ഒരുപാട് നിങ്ങൾക്ക്
കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് പള്ളിയിൽ പോവുക അല്ലെങ്കിൽ നോമ്പെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എത്രയോ ദിവസത്തെ നോമ്പുകളൊക്കെ ശേഷമല്ലേ ഈസ്റ്ററും മറ്റുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഉണ്ടോ ആ സാഹചര്യം? നോമ്പെടുക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും ചെയ്യുന്ന പ്രവൃത്തിയിലുമാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു വരുന്നു. അപ്പം അതായത് ചുരുക്കി പറഞ്ഞ നോമ്പെടുത്തില്ല. അതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? കള്ളം പറയാൻ പാടില്ല, സത്യം പറഞ്ഞു നോമ്പെടുത്തില്ല. ഓക്കെ ഓക്കെ. ശരിക്കും ഈസ്റ്ററിന് വേറെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പാചകത്തിന്റെ കാര്യം പറഞ്ഞു, നല്ല സ്പെഷ്യൽ ഡിഷസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് അതായത് ഈസ്റ്റർ ആഘോഷിക്കുന്ന നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് പാലിക്കാറില്ല എങ്കിൽ പോലും മെയിനായിട്ട് നമുക്ക് നോയമ്പ് തന്നെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് അതിന് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. പലയിടത്തും പല സ്ഥലങ്ങളും പല രീതിയിലായിരിക്കും അത് ആചരിക്കുന്നത്. പിന്നെ ആ മന്ത് എന്ന് പറയുന്നത് നമ്മൾ പ്യുവറായിട്ട് കാണുന്ന ഒരു മന്താണ്. അപ്പം കൂടുതലും പള്ളികളിൽ പോകുന്നത് തന്നെയാണ്, വേറെ വീട്ടിലെല്ലാവരുമായിട്ട്. പിന്നെ കൂടുതലും പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് നമ്മൾ ഈസ്റ്റർ എത്തുമ്പോഴത്തേനും നല്ലൊരു ഒരു കാമൻ കൂൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ സമാധാനപരമായിട്ട് ആഘോഷിക്കണം എന്നുള്ളതാണ്. നല്ല സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ചു കൂടണം, അതാണ് അതിൽ വലിയ കാര്യം. പിന്നെ ദുഃഖവെള്ളിയൊക്കെ അത് നമ്മളെപ്പോഴും ആ ഒരു ഇത് വിശ്വാസം അതെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഓരോ ദിവസങ്ങളാണ്. ഏതായാലും ആ ഒരു ഈസ്റ്ററിന്റെ ആ ഒരു വളരെ വളരെ ശാന്തമായ ത്യാഗത്തിന്റെ ഒക്കെ ആ ഒരു ദിവസമാണ് അതെന്തായാലും, അല്ലേ ജോഹാൻ? അല്ല, ജോഹാൻ കുറെ നേരമായിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്താ ഒരു കാര്യം ഇവിടെ ഇത്. ഓക്കെ, അപ്പൊ ജോഹാന്റെ സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ അവനെ ഈ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് പുള്ളിക്കാരനുള്ള സഹകരിക്കുന്ന ഒരു മനോഭാവമാണോ? ആദ്യമേ അവന്റെ പേരിട്ടത് ഒരു ഞങ്ങള് വളരെ പറഞ്ഞ പോലെ ആലോചിച്ച്, സാധാരണ ഇത് അച്ഛന്റെ മോനാണോ അമ്മയുടെ മോനാണോ എന്നൊക്കെ ഉള്ള ചോദ്യം വരും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കം വേണ്ടെന്ന് വിചാരിച്ച് JOH, ജോൺ ഡേ JOയും ധന്യയുടെ DHAN. അപ്പൊ H എന്ന് പറഞ്ഞ കോമൺ ആണ്, JOHAN ജോഹാൻ, ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ് മീനിങ്. അപ്പൊ അതിലൊരു തർക്കമില്ല. പക്ഷെ ഈ ഒരു പേര് എങ്ങനെ ഞങ്ങൾ ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതല്ല. പെട്ടെന്ന് ഒരു ദിവസം എല്ലാരും പേര് ഇട്ട് വെക്കണം, ഹോസ്പിറ്റലിൽ പോകുമ്പോ അത്യാവശ്യമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ വെറുതെ താഴെ ഫുഡ് കഴിക്കാൻ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു പേര് വന്നു, ജോഹാൻ. വേറെ ആരും പറഞ്ഞ അങ്ങനെ ഒരു ഓർമ്മയില്ല, പെട്ടെന്ന് ജോഹാൻ എന്നുള്ള പേര് വന്നു. ഞാൻ ചോദിച്ചു വീട്ടിലെല്ലാവരുടെ അടുത്തും, ആദ്യം ഒന്ന് പിന്നീട് ആള് 2 ആഴ്ച ആലോചിച്ച് അതിന്റെ മീനിങ് കണ്ടെത്തി, ഗോഡ് ഈസ് ഗ്രേഷ്യസ്, നമുക്ക് ജോഹാൻ തന്നെ ഇടാം. അങ്ങനെ കിട്ടിയൊരു പേരാണ്. ജോഹാൻ ഇനി അധികം നേരം ഇരിക്കില്ല, അത് പുതിയ ആൾക്കാരെ കാണുമ്പോ അവൻ കുറച്ചു നേരം ട്രൈ ചെയ്യും.